ആ അമ്മ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾക്ക് തമാശയായി തോന്നിയോ? ഞാൻ എൻ്റെ പ്രോഗ്രാം വൈൻഡ് ചെയ്തിട്ട് വണ്ടി പോകുന്ന സമയത്ത് ഒരു വയസ്സായ ഒരു അമ്മ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എന്നെ നിർത്തി പറഞ്ഞു, മോനൊന്ന് വീട്ടിൽ വരുമോ? അവൻ ഒരു പൊളിഞ്ഞു കിടക്കുന്ന വീട്, എല്ലാം ഫ്ലൈസ്, കുടിവെള്ളമില്ല. പക്ഷേ ഷി ഗേവ് മീ വിത്ത് ഗ്രേറ്റ് അഫെക്ഷൻ ഒരു ഹോട്ട് ഗ്ലാസ് ഓഫ് ഹോർലിക്സ്. എന്ന് പറയും, മോനെ ഞാൻ 2 സൈഡ് കേൾക്കുന്നു മോനെ പറഞ്ഞത്, ഞാൻ വോട്ട് തരാൻ തയ്യാറാണ്, ഞാൻ എല്ലാവരും പറയുന്നത് വോട്ട് തരണം, പക്ഷേ ഞങ്ങൾ പള്ളി ഒന്ന് കത്തിയത്, നിങ്ങൾ ആൾക്കാരോട് പറഞ്ഞു പള്ളി ഒന്ന് കത്തിയത്. അപ്പോൾ നമ്മൾ ആരാ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ പള്ളി കത്തിയെന്ന്? അപ്പോൾ ഞങ്ങളുടെ പള്ളികൾ പൊളിക്കരുത് എന്ന അമ്മ പറഞ്ഞത് ഇന്ത്യയുടെ ചരിത്രത്തിൽ നടന്ന നീതികേടുകൾ കണ്ടിട്ടാണ്. 1992 ബാബറി മസ്ജിദ് തകർക്കുമ്പോൾ നിങ്ങളുടെ നേതാക്കൾ എവിടെയായിരുന്നു? കാശിയിലും മധുരയിലും നിങ്ങൾ അടുത്ത പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ, ഉത്തരാഖണ്ഡിലും ഡൽഹിയിലും നിങ്ങളുടെ ബുൾഡോസറുകൾ പള്ളികൾക്ക് മുകളിലേക്ക് പോകുമ്പോൾ ആ പാവങ്ങൾ പേടിക്കാതെ പിന്നെ എന്ത് ചെയ്യും? മെഹ്റൗളിയിലെ 600 വർഷം പഴക്കമുള്ള അംകുജി പള്ളി അർദ്ധരാത്രി ആരും അറിയാതെ നിങ്ങൾ പൊളിച്ചു നീക്കിയില്ലേ? വികസനത്തെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോഴും ആ അമ്മയുടെ ഉള്ളിലെ ഭയം നിങ്ങളുടെ പ്രത്യയശാസ്ത്രം ഉണ്ടാക്കിയെടുത്തതാണ്. ആ പ്രത്യയശാസ്ത്രം മാറാത്തിടത്തോളം കാലം ആ ഭയം മാറില്ല.